ഈശോ മിശിഹായ്ക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാളിനൊരുക്കമായുള്ള നൊവേന 6-ാം ദിവസം സെപ്റ്റംബർ 6. ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വരണമേ, ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വേഗം വരയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മറിയം സംതൃപ്തി നിറഞ്ഞവൾ. ജീവിതത്തിൽ മറിയം കൂടെയുള്ളപ്പോൾ അവിടെ സംതൃപ്തിയുണ്ട്, സന്തോഷമുണ്ട്. മറിയം ശക്തനായവനെ കൊണ്ട് വലിയ കാര്യങ്ങൾ നമ്മുടെ കൊച്ചു ജീവിതത്തിൽ ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ തിരുക്കുടുംബത്തിൻ്റെ ഉള്ളം നിറയുന്ന സംതൃപ്തി ലഭിക്കും. മറിയമേ, എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, ഈ അനുഗ്രഹങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രാർത്ഥന. ഭാഗ്യവതിയായ ഞങ്ങളുടെ അമ്മേ, നിന്റെ ശരണം തേടി നിന്റെ മക്കൾ തിരുസന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു. ശക്തനായവൻ്റെ സാന്നിധ്യം നിരന്തരം തിരിച്ചറിഞ്ഞ മാതാവേ, അമ്മയെപ്പോലെ ഞങ്ങളുടെ ജീവിതത്തിലും ശക്തനായ ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിയുവാൻ ഞങ്ങളുടെ മിഴികളും ഹൃദയങ്ങളും തുറക്കണമേ. ജീവിത പ്രശ്നങ്ങളിൽ ആടിയുലയുമ്പോൾ ഈശോയുടെ സന്നിധിയെ ഓടിയണയുവാനും ഈശോ പറയുന്നത് പോലെ ചെയ്യുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. അതുവഴി അമ്മയെപ്പോലെ ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. നമുക്ക് സന്തോഷത്തോടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനനത്തെ പ്രതി ദൈവത്തെ സ്തുതിക്കാം. സർവേശ്വരൻ്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും അനുഗ്രഹദാതാവുമായ ദൈവമേ, നിൻ്റെ നാമത്തിന് അനവരതം സ്തുതികളുണ്ടായിരിക്കട്ടെ. നിൻ്റെ പ്രിയപുത്രിയും ഞങ്ങളുടെ അമ്മയുമായ മറിയത്തിൻ്റെ ജനന തിരുനാളിനൊരുങ്ങുമ്പോൾ ആ അമ്മയെപ്പോലെ അങ്ങയുടെ സന്നിധിയിൽ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അഭയം ഗമിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ദുഃഖങ്ങൾക്കും വേദനകൾക്കും സാമ്പത്തിക പരാധീനതകൾക്കുമുള്ള ഏക ഉത്തരം നീയാണെന്നുള്ള വലിയ തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. അതുവഴി ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും നീ നൽകുന്ന സംതൃപ്തിയിൽ നിറയട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.